ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സ്ഥാപനമായി കേരള PSC പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റേത് പൊതുനിയമനങ്ങൾ വേണ്ടെന്ന നിലപാടെന്നും PSC നിലനിൽക്കുന്നതുകൊണ്ടാണ് സംവരണ തത്വങ്ങൾ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരശേഖരണത്തിന് സുതാര്യതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന ബ്ലോക്ക് ചെയിൻ സംവിധാനം PSCയിൽ ആരംഭിച്ചു. ഇതോടെ ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനമായി കേരള PSC മാറി. പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമെടുത്താൽ 3,06,000-ലധികം നിയമനങ്ങളാണ് ഇവിടെ PSC നടത്തിയത്. രാജ്യത്ത് നടക്കുന്ന PSC നിയമനങ്ങളുടെ 60% കേരള PSC മുഖേനയാണ് നടക്കുന്നത്. ഇതിന് PSCയെ പ്രാപ്തമാക്കിയത് സംയോജിതമായ ആധുനികവൽക്കരണവും അതേപോലെ തന്നെ കാര്യക്ഷമവും ചിട്ടയുള്ളതുമായ പ്രവർത്തനങ്ങളുമാണ്. കേരള PSCയെ തകർക്കാൻ ഗൂഢാലോചനയുണ്ടെന്നും മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. PSC പോലുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് സംവരണ തത്വം ഫലപ്രദമായി നടപ്പാകുന്നത്. ഇത്തരം റിക്രൂട്ട്മെൻറ്റുകളിലാണ് ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നത്. PSC ഇല്ലാതായാൽ സംവരണത്തിൻ്റെ കഥയും കഴിയും. ഒറ്റപ്പെട്ട ചിലത് ചൂണ്ടിക്കാട്ടി സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ബോധപൂർവം നടത്തുകയാണ്. നമ്മുടെ നാടിൻ്റെ യുവത്വത്തിൻ്റെ പ്രതീക്ഷയാണ് ഇവിടെ തല്ലിക്കെടുത്താനുള്ള ശ്രമമുണ്ടാകുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ഡിജിറ്റൽ സർവകലാശാലയുടെ സഹായത്തോടെയാണ് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു അടക്കം ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.